ചലച്ചിത്ര താരം ഹണി റോസിനെതിരായ പരാമർശം അവഹേളിക്കാനായിരുന്നില്ല എന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി. വേദിയിൽ മാത്രമായി പറഞ്ഞ പരാമർശം വളച്ചൊടിക്കപ്പെട്ടു. ഹണി റോസ് ഇപ്പോൾ പരാതി നൽകിയതിൽ ചില പൊരുത്തക്കേടുണ്ട് എന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴിയിലുണ്ട്. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അശ്വിൻ പാലാഴി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അശ്വിൻ? അരിജിത്ത്, ഇന്നലെ അറസ്റ്റിന് പിന്നാലെയാണ് വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോലീസിനോട് വീണ്ടും ആവർത്തിച്ചത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട കേസിനാസ്പദമായ സംഭവം 4 മാസം മുമ്പാണ് നടക്കുന്നത്. ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം ഒരു ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹം നടത്തുന്നത്. അത് മനഃപൂർവ്വം അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല. അവസരോചിതമായി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പരാമർശമായിരുന്നു അത് മനഃപൂർവ്വം നടത്തിയതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം അത് വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശദീകരണമാണ് സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂർ പോലീസിന് നൽകിയിരിക്കുന്നത്. പരാതിക്കാരി ഇപ്പോൾ ഈ പരാതിയുമായി വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടാകാം, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ പരാമർശം നടത്തിയ ഓൺലൈൻ ചാനലിലെ ക്യാമറാമാൻ, ആങ്കർമാരടക്കമുള്ള ആളുകളെ വിശദമായി തന്നെ ഈ കേസിന്റെ സാക്ഷികളാക്കി മാറ്റിക്കൊണ്ട് അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ പോലീസ് ഒരുങ്ങുന്നുണ്ട്. ഒപ്പം ഈ ഒരു പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലാണ്. അതിന് പുറമെ ഈ പരാമർശം അതേപടി നൽകുകയും മറ്റ് ഉദ്ഘാടന പരിപാടികളിൽ ഇദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, ദ്വയാർത്ഥ പരാമർശമുള്ള പ്രസംഗങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്ത ഓൺലൈൻ ചാനലിലെ ക്യാമറാമാൻമാരടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ മൊഴി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്താൻ പോലീസ് ഒരുങ്ങുന്നുണ്ട്. അതിനിടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോൺ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. ഫോറൻസിക് പരിശോധന അടക്കം ആ മൊബൈൽ ഫോണിൽ നടത്തും. ഇതുമായി ബന്ധപ്പെട്ട മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിന് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് ഈ മൊബൈൽ ഫോൺ പരിശോധന ഒരു പരിധിവരെ സഹായകമാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ നടപടിക്രമങ്ങളെല്ലാം ഇന്ന് നടക്കും. ഏകദേശം 11 മണിയോടുകൂടി നിലവിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജില്ലാ കോടതിയിലേക്ക് കൊണ്ടുപോകും. തുടർന്നാണ് ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കും. അശ്വിൻ പാലാഴി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.